എന്തോന്നാടാ ഇത് നിങ്ങൾ തമ്മിൽ ഇരുന്നൂന്ന് കഴിക്കും. അച്ഛൻ എപ്പ വന്നു? ഓ കോയൊന്ന് പോവാണ് ആമിന. ഞാൻ ഇച്ചകളൊക്കെ കൂടിയാണ് കോയ എന്നോട് ഞാൻ എത്ര കാലായി പറയണ. ക്രിസ്ത്യാനിയാണല്ലേ? എന്തിനാ പിടിച്ച് കുശുമ തറക്കാനാ? ഒന്ന് പോത്തല്ലേ മനുഷ്യന് പ്രായല്ല. ഞാൻ എന്നോട് പറഞ്ഞല്ലേ ആ സോഫാറ ചിഹ്നത്തിൽ നിൽക്കണ്ടെന്ന്. സോഫാറിന്റെ ചിഹ്നം കൊണ്ട് തോറ്റതല്ല അംസ. ഇന്റെ പൈസ വാങ്ങിയിട്ട് എനിക്ക് വോട്ട് ചെയ്യാത്ത കുറെ നക്കിയാൾ. മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും ഇതിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ. നമ്മളെ നാട്ടില് ഓലെ എല്ലാരും പെരീത്തെ സോഫ ഞാൻ കൊത്തി കീറും. ഞാൻ ആദ്യം ഔക്കുറിന്റെ പെരീത്തെ സോഫ കൊത്തി കീറും അംസ. ഈ ചക്ക അവിടെ നിന്നോട്ടെ. ഞാൻ സുലൈമാദിനും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. ഞാൻ കൊടുത്താണ് ഇറങ്ങാണ്ട് ഒലത്താൻ നിൽക്കണ്ട. വിറ്റിട്ട് കായ എന്നാ മതി. കോടലിൽ നിന്ന് ഞാൻ എടുക്കുന്ന ദിവസമാണ്. തോറ്റ ബോംബെ വരും. എടാ ഔക്കുറിന് ചേറ്റേ നിങ്ങളൊക്കെ കെട്ടില്ല മൂരി കെട്ടണ കാര്യം തൊട്ട് അപ്പടെ പരിപാടി എല്ലാരും ദ്വാരക്കാണ്ട് വാ. 7 o'clock സഡൻലി ഡിപ്പർച്ചർ. അത് പിടിച്ചിരിക്കുമ്പോ മാമോയിച്ച കണക്ക് ചോദിക്കണേ. ആശുപത്രി പോയി കിടക്കണം. അത് ശരി. അപ്പൊ തള്ള ചെല്ലുന്ന കാര്യല്ല. മുണ്ടും ചട്ടിയെടുത്ത് ക്രിസ്ത്യാനികളുടെ പേര് എത്ര എന്റെ തലമല് അതിന്റെ പുതിയ ഒരിക്കട്ട് അടിച്ചാടി. ഇന്നലെ ഞാൻ എന്നോട് ഒൽക്ക വെച്ചപ്പോ എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് അങ്ങനെ തന്നെ മാണടി. അല്ല എനിക്ക് എന്തിനാ അടിട്ടീത്? എന്റെ പൈസ വാങ്ങിക്കാണ്ട് മറച്ചു കുത്തിക്കാണ്ട് ചിരിച്ചേ. ആറ്റ വോട്ട് ചെയ്ത് വെളിച്ചപ്പെടാതെ കുത്തർക്കെ ആകെ എനിക്ക് ഒറ്റ ഓട്ടം കിട്ടാ. ഏഴരക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നു. എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 16-ാം തീയതി ഡയറിയിൽ ഉണ്ടാവുന്നു. വേണ്ടി നടക്കല്ലേ? അലക്ക് ഞാൻ എന്നാ ഇതും കൂടെ അലക്ക്. എന്നാ ഇല്ല. ബിസിനസ് ചെയ്യാൻ മോതിരം ഊരി കൊടുക്കാഞ്ഞിട്ട് അതിനിപ്പോ ഇങ്ങനെ കൊലക്കേറ്റ് തല്ലേണ്ട ആവശ്യമുണ്ടാ? ഐഡി പുതിയ ബിസിനസ്സിന് വെച്ച മോതിരല്ലേ ഞാൻ വലിയ തങ്ങൾക്ക് നേർച്ചയായി കൊടുത്തു. എന്തിന് എന്റെ കെട്ടോളം എനിക്ക് ചെയ്തില്ല. നീക്ക് പോരാ നിന്റെ പേരില്. വാതില് കുട്ടിയുടെ നമസ്കാരം. നാടിൽ നന്മകനും മിന്നും സൂര്യനും ഇവനെ അന്നെ ഒലക്കേറ്റ് അടിച്ചാ പോരേനി. അന്നെ കുജിച്ച് മൂടണേനി. എടി എന്റെ കെട്ടിയോന്റെ സ്വഭാവം നന്നാ മതി. ഞാൻ എന്താ കാട്ടുക? അങ്ങനെ ചോദിച്ചാ ഇന്റെ ശുക്രാക്കാന്റെ സ്വഭാവം എന്തേനി? നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞേ. മുഴുവാനായി എന്നും ജനത്തിരക്ക്. അവന്റെ കുട്ടീനെ തൊടാനാണല്ലോ തിരക്ക്. എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവെയർ. ചീന സ്വഭാവല്ലേനാ അത് ഞാൻ മാറ്റിയെടുത്തില്ലേ. ഏത് ആ പാവം തണുത്ത സുക്കൂറക്കാനെ? മൂപ്പര് ഇപ്പത്തെ തണുപ്പൊന്നും വെച്ച് നോക്കണ്ട. മൂപ്പര് എന്തേലും സാധനം നനക്കും. കുട്ടികളായിട്ട് ബാക്ക് കൂടെ പറഞ്ഞോ. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? കത്ത് താഴെടാ. പടച്ചോനെ അത് പറഞ്ഞപ്പോഴാണ് അണ്ടർവെയർ തീർത്താക്കാൻ മറന്നോക്കണു. ഒരു വലിക്കറിഞ്ഞ മുന്നിൽ വെച്ച കാല് പിന്നെ പിന്നേക്ക് വെക്കാൻ പാടില്ല. തന്നെ നിങ്ങൾ എന്ത് മാറ്റിയെടുത്തതാ? അതെങ്ങനെ? അവിടെ അംശം തോറ്റിട്ടില്ല. പക്ഷെ പഞ്ചായത്ത് തോറ്റില്ലേ? തോറ്റതല്ലോ തോൽപ്പിച്ചതല്ലേ. ഇജേ കത്തി താഴെടാൻ. എല്ലാരും കൂടി ആബി പറയണ്ടേ. അതൊരു താത്ത പാട്ടുകാരാണേ. തന്നെ ഞാൻ ദ്വാരത്തിലാണ് കരുതി പോയെ. സാധാരണ ഇറങ്ങുമ്പോ ആലോചിച്ചിട്ടാണല്ലോ ഇറങ്ങല്. ഇപ്പത്തെ മെസ്സിന്റെ കുട്ടി എന്താ വീടിന്റെ കരക്ക് ചെന്നിക്കണ്ടേ പരിപാടി. നിന്റെ പെരേക്ക് പരിപാടിക്കോട്ടെ. ഞാൻ കേസ് കൊടുക്കും. എന്റെ പെരേ കയറി വന്നാണ്ട് ആക്രമിച്ചു. കേസ് കൊടുക്കരുത്. കേസ് 5 ഉണ്ടായതുകൊണ്ടേ വലിയ ചോര. വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ലടാ. അതിപ്പോ എങ്ങനെ ഞാൻ പറയാ? തിരിച്ചു പോയിക്കാളെ അവിടെ കഴിഞ്ഞോ.
പടച്ചോൻ എന്റെ പോയിന്റ് തേരാ. എന്റെ ബാപ്പ ചായ മറിക്കൊന്നുമില്ലല്ലോ. ഇത് അടുപ്പിച്ച പോണ്ടേ എന്റെ ഒറ്റ പരിപാടി പോണ്ടേ. നിങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടു? അങ്ങനെ വൈക്കുവാ. മെല്ലെ പറഞ്ഞാ മതി. ഞാൻ ഇച്ചനെ കേക്കണില്ല. എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത്. പൊന്നാരമ്മ, ഞാൻ ചിരിച്ചു പോകാൻ കാരണം എന്താണോ? നമ്മളെ ദുബായ് ദേരിയില് ബുർജ് നിർമ്മാണത്തെ നെസ്റ്റ് ഉണ്ടല്ലോ, അതില് പുടുത്തമുട്ട എനിക്ക് പണിയെടുത്ത് തീരെ വയ്യ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? അക്ക് എന്താ പണി വേണ്ടതേ? തിന്ന് തടി കൂടല്ലാതാ. മര്യാദക്ക് പോയണ്ട്. എനിക്ക് പുതിയ സോഫ ഇന്ന് ഇപ്പൊ വാങ്ങി തരണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരെ മൊത്തം ഞാൻ അറിയിച്ചാണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. 16-ാം തീയതി മുതൽ അതിന് 5 വയസ്സത്തേക്കാണ്. അപ്പൊ നിർബന്ധമായിട്ട് പോകണം. നിങ്ങള് രാവിലെ കഴിക്കണല്ലേ? നിങ്ങൾ ഇത്ര നേരം എവിടെയാ? എന്റെ ഇഷ്ടത്തെ പോകും വരും. ഞാൻ ചോദിച്ചാലേ പോയാലേ എനിക്കൊരു സോഫയല്ലേ വേണ്ട? ആ കൊണ്ടോട്ടി ഡിമോസ് ഫർണിച്ചറിലെ സോഫ ഫെസ്റ്റ് നടക്കണ്ടേ, അവിടെ പോയപ്പോ കുറഞ്ഞ കായ്ക്ക് സോഫ കിട്ടുള്ളൂ. പണ്ടാറടക്കാൻ പറഞ്ഞില്ല. പൊന്നാരമ്മ, ധൈര്യമുള്ള ബുർജ് നിർമ്മാണത്തെ നെസ്റ്റോക്കിന്റെ ഒപ്പം എത്ര വട്ടം വന്നു നിങ്ങള്? അതിന്റെ കൊന്നാ നിങ്ങള് അങ്ങനെ മരിച്ചണ്ട എഞ്ചിൻ ചാക്കിട്ടേ കാലോട്ട് വെച്ചാൽ വണ്ടി വിളിച്ചോളാം. വണ്ടി എന്തിനാ വിളിച്ചത്? വണ്ടിയല്ലേ ഞാൻ കൊടുത്തു, കേറാതില് തന്നെ എത്തി. അഞ്ചാമത്തെ വാർഷികം നടക്കുകയാണ്. ഡിസംബർ 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ കൂട്ടത്തപ്പെട്ട ഓഫറിലുള്ള സാധനങ്ങൾ കൊടുക്കണത്. അതിന് പായാണ് ഞാന്. പൈസ എടുത്തേ തിരുത്തിനാ. നിങ്ങള് പേഴ്സേറ്റ് പോണേ ഞാൻ കണ്ടില്ല. വണ്ടി ഒന്നും ചേട്ടനാണ്. ബോംബിലൊന്നും ഈ മാറാപ്പില്ലല്ലോ. പിടിച്ചിരുന്നോളി. 100-120 പോക്ക്. ഞങ്ങള് 2025 അല്ലാതെ കുടുംബ കഴക്കലിങ്ങള് കുട്ടി നോക്കി പോയിക്കോട്ടെ എന്റെ കുട്ടി. പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട. നായിന്റെ മോളെ പെങ്ങ കളഞ്ഞത് എന്റെ ബാപ്പനെ കയറാം. എന്റെ ബാപ്പാനെ പറയണ ഈ വീഡിയോ നമ്മളെ UAE-യിലുള്ള പ്രവാസി ഞാൻ ക്ഷമിച്ചതേ. പുജാപ്പണ തലി പേര് കേക്കണ്ട ചെടുക്കാത്ത ഇന്നിട്ട് നിങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ നമസ്കാരം. പാത്തോ ക്യാബേജ് നീളത്തിൽ അരണ കുരുവിനെ അരണ വട്ടത്തിലെ ചതുരത്തിൽ എങ്ങനെയൊന്ന് അറിഞ്ഞു തരുമോ? നിങ്ങൾ ഔത്തൊന്ന് അറിഞ്ഞാ മതി. അങ്ങനെ അറിയടേ. പോലീസ് ഇറങ്ങി വേണം അവന്റെ കൊറലുമാല. ഇതൊക്കെ ഇനി ഇന്റെ കഥ. പിന്നെ ഇടയ്ക്കിടത്ത് ഇങ്ങനെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരണ്ടിട്ടാ. ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ തങ്ങൾക്ക് കൊടുക്കണ കായ് എനിക്കെന്നാ മതി. അതൊക്കെ ഞാൻ തരാം. ഇനി ഞാൻ പെടുന്നാലേ ഇന്റെ അമ്മായിമ്മ ഇന്റെ തലക്ക് ഒലക്കയിട്ട് അടിച്ചു. അതുകൊണ്ട് ഞാൻ പോവാ.